ഹലോ മച്ചന്മാരെ, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മളൊരു സർവൈവൽ ഗെയിമുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് സർവൈവൽ എവല്യൂഷൻ 2 എന്നാണ്. സോ ഇതൊന്നൊരു ആൻഡ്രോയിഡ് ഗെയിമാണ്. കിടിലമെന്ന് പറഞ്ഞാൽ കിടിലമാണ്. അപ്പോൾ ഇതിനൊന്ന് കഥയെന്ന് പറഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യണം. നമ്മളൊരു കാട്ടിപ്പെട്ടിടൊക്കെയാണ് ഗെയ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സർവൈവ് ചെയ്യണം. നമ്മുടെ ക്യാരക്ടറിൻ്റെ മുഖമൊന്നും കാണിക്കത്തില്ല, പക്ഷേ ക്യാരക്ടർ നടക്കുന്നേ കാണിക്കും. എന്തോ ഈ ട്രഷർ തുറക്കാനാകണ്ടാണ് പറഞ്ഞത്. നമ്മളങ്ങനെ തുറന്നു ടേക്ക് കോൾ. അപ്പോൾ എല്ലാം എടുക്കാനാണ് പറഞ്ഞത്. ഒരു ബാഗ് യൂസ്, എന്തോ ഒരു മുഖംമൂടിയാ അങ്ങനെ എന്തോ തന്നിട്ട് എടുക്കാൻ പറഞ്ഞു നമ്മളതിൽ. വാളെടുക്കാൻ പറയാണ്. വാളെടുത്തിട്ട് ബാക്ക് പോകണം. ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. നമ്മുടെ നായകൻ നമ്മൾ തന്നെയാണ്. നമ്മളങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കണം. എന്തോ ക്രിയേറ്റ്, നമ്മളെന്തോ കോടാലി അങ്ങനെ എന്തിനാ ഉണ്ടാക്കി എന്നാണ് പറയണത്. മരത്തിൻ്റെ അടുത്ത് എന്തോ മരം. ഈ ട്യൂട്ടോറിയൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പിന്നെ ഗൈസ്, ഈ മരം വെട്ടണ സമയം കൊണ്ട് നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ ഗൈസ്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ സബ്ബൊക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ. അപ്പോൾ ഗൈസ്, ആരെയോ കൊല്ലാനാണ് പറയണത്. ഇവിടുത്തെ കാട്ടുവാസികളാണ്. അത് കൊള്ളാം ഗൈസ്. ആ ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് വുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വരും. ഉറപ്പ്. സോ നമ്മൾക്ക് എവിടെ പോകാൻ പറയുന്നുണ്ട്. സോ അവിടെ 5-6 കൊള്ളക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മളിവിടെ വന്നിട്ടാണ് എന്തോ നമുക്കപ്പോൾ ഇവിടെ ബിൽഡൊക്കെ ചെയ്യാൻ പറ്റും. എന്തോ ബിൽഡ് ചെയ്യാൻ പറയുന്നുണ്ട്, ബട്ട് വാട്ട് ഈസ് ദാറ്റ്, ഐ ഡോണ്ട് നോ. നമുക്കാണെങ്കിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മളെന്തോ തുറന്ന് ഗൈസ്. നമുക്കപ്പോൾ ഈ വീട് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഫർണിച്ചർ കൊടുത്തു. നമ്മളെന്തോ ബോക്സ് അവിടെ കൊണ്ടുവന്ന് വെച്ച് കേട്ടാ. പിന്നെ എനിക്ക് മനസ്സിലാവും സംഭവം. ഔട്ടോ ഞെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഔട്ടോ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഞെക്കി. സോ ഇത് ഞാൻ ചെയ്യുന്നതല്ല കേട്ടോ, ഇത് പിന്നെ അവർ തന്നെ ചെയ്യുന്നതാണ്. ഇത് വെട്ടുന്നതും അവരാണ്. ഔട്ടോ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തപ്പോഴത്തേക്കും എല്ലാം അവർ തന്നെ ചെയ്തതെന്ന്. ഇനി നമ്മൾ ചെയ്യണം. ന്യൂ ക്വസ്റ്റ്, എനിമീസ് ആർ ക്ലോസ്. ഇങ്ങനെ നമുക്ക് പതുങ്ങിയൊക്കെ ഇരിക്കാൻ പറ്റും. പതുക്കെ പോയി കൊല്ലാം. വാടാ കൊച്ചർക്ക, ഇന്നോടാ പിടിച്ചോടാ. സമരെ കൊല്ലാനാണ് നമ്മളടുത്ത് പറഞ്ഞത്. നമുക്കൊരു കയറ് കിട്ടി. സോ ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തിനു കിട്ടാനാണ്? ഇവൻ്റെ കയ്യിൽ നിന്ന് തോനെ സാധനങ്ങൾ കിട്ടി ഗൈസ്. എന്തൊക്കെ കിട്ടി കേട്ടോ. എന്തിനാ ചെയ്യാൻ പറയുന്നത്? ഗൈസ്, അങ്ങനെ നമ്മൾ അവിടുത്തെ സംഭവമൊക്കെ എൻ്റെ അമ്മ, ഇതൊക്കെ എടുത്താലേ നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കിയേ ഗൈസ്. പിന്നെ ഈ ഗെയിം നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനാണെങ്കിൽ ഈ ഗെയിം ഇപ്പോഴാണ് കളിച്ചത്. സോ ഗെയിമിൽ വരുന്നത് സർവൈവൽ ഐലൻഡ് എവല്യൂഷൻ 2. കളിച്ച് നോക്കണം. നമുക്ക് വല്ലതും ബിൽഡ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? നിങ്ങൾ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു 30K ലൈക്ക് തരികയാണെങ്കിൽ, 30 ലൈക്ക്, ജസ്റ്റ് ഒരു 30 ലൈക്ക് തരികയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ കാണണം. നമ്മളങ്ങനെ നമ്മളെ വീടിൻ്റെ പണി. ബെസ്റ്റ് സർവൈവൽ ഗെയിം ഞാൻ കളിച്ചതിൽ എവറെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഗൈസ്, നമ്മളിപ്പോൾ കുറേ നാളായി സാൻ ആൻഡ്രിയാസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. സോ കാരണം ഇപ്പോൾ സാൻ ആൻഡ്രിയാസ് നിങ്ങളാരും ലൈക്സ് ഒന്നും തരുന്നില്ല. ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകത്തുള്ളൂ. നമ്മളാരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് കൊടുക്കട്ടെ ഗൈസ്. ഇവർ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഗൈസ്. ഇതിൽ ഗെയിമിൽ ഏറ്റവും വലിയ പ്രശ്നം ഇവരാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. സോ ഇനി ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം. എന്തോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു മിഷൻ ചെയ്തായിരുന്നു, കുറച്ച് വില്ലന്മാരെ കൊണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയതാണ്. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട്
എന്ന് പറഞ്ഞാൽ മാപ്പ് ഒന്ന് അത്യാവശ്യം വലിയൊരു മാപ്പാണ് കേട്ടോ. നമുക്ക് വേറെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ബിൽഡ് സ്റ്റോറേജ്. ഓക്കെ, നമുക്കൊരു 10 വുഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഫർണിച്ചർ ഐറ്റം നമുക്ക് ഇവിടെ വയ്ക്കാം. കംഫർട്ടബിൾ. ഓക്കെ, ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, ബെറ്റർ. ഇത് എന്തോന്നിത്? ഓക്കെ ഓക്കെ സെറ്റ്. ഓക്കെ, ഇനി നമ്മുടെ വീടിൻ്റെ പടിവാതിൽ. ഓക്കെ, നമ്മളങ്ങനെ പടിവാതിലും വെച്ച് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? അത് കൊള്ളാം, വാട്ടെത്തീം. ഓക്കെ, നമുക്കപ്പോൾ 2 റൂമൊക്കെ വെക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഒരു ജനൽ കൊടുക്കുക. ഓക്കെ, നമ്മളങ്ങനെ എനിക്കെന്തായാലും ഇവിടെ സർവൈവ് ചെയ്യണം. സർവൈവ് ചെയ്യാതെ പറ്റില്ല, കുള്ളന്മാർ നമ്മളെന്താ പേടിക്കണം. ഓക്കെ ഗൈസ്, നമ്മളെ വീട് ഏകദേശം, പക്ഷെ കുഞ്ഞു വീടാണെന്നേ ഉള്ളൂ, പക്ഷെ കാണാൻ അടിപൊളിയായിട്ടില്ലേ? അടിപൊളിയായിട്ടില്ലേ? ഓക്കെ, അതാണ് എൻ്റെ കഴിവ് ഗൈസ്. ഞാനൊരു കലാകാരൻ തന്നെ. ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ കളിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സർവൈവ് ഗെയിം ഏതെന്നൂടെ എനിക്കൊന്ന് കമൻറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനത്തെ ഒരു ഗെയിം തപ്പി നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് കിട്ടിയത്. വട്ടേ ഗെയിം ഗൈസ്. ഈ ഗെയിം എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഒരു യൂട്യൂബറാണ്, ആക്റ്റീവ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ യൂട്യൂബറാണ്. ബ്രോ താങ്ക് യു ബ്രോ. അപ്പോഴേ ഓക്കെ, നമ്മളങ്ങനെ വീടൊന്ന് വലുതാക്കണം ഗൈസ്. ഇത് ഇത്ര ചെറിയൊരു വീട്ടിലൊക്കെ സർവൈവ് ചെയ്യണ കാര്യം ഭയങ്കര കഷ്ടമാണ് കേട്ടോ, ഭയങ്കര കഷ്ടമാണ് ഗൈസ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറുള്ള ടെറിട്ടറീസിലൊക്കെ പോകുന്നത് കാണിച്ചു തരാം ഈ ഗെയിമിൽ. ഓക്കെ, നമുക്ക് ഇവിടെ എന്താക്കാം ഗൈസ്, നിങ്ങൾ തന്നെ പറ. ഓക്കെ, ഇവിടെ കൊടുക്കാം. നോട്ട് ഇനഫ് റിസോഴ്സസ്. ഓ മൈ ഗോഡ് ഗൈസ് നമ്മളതിൽ സാധനങ്ങളില്ല. ഓക്കെ, വീടിനുള്ള കുറച്ച് വുഡ് തപ്പിയിട്ട് വരാം ഗൈസ്. ഞാൻ കുറച്ച് വുഡൊക്കെ എടുക്കണം. ബട്ട് അതിനിടയ്ക്ക് ഇവിടെ ഉള്ള കുറേ അമ്മമാരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവന്മാരൊന്നും നമ്മളെ തട്ടിയിട്ട് പാട്ടിന് പൊക്കളെ. ഇതിവിടെ ഒരു അയ്യോ ഹൈനയൊക്കെ ഒന്ന് ഗൈസ്. ഇനി അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, അതിൻ്റെ എന്തോ എനിക്ക് തൊലി കിട്ടി കേട്ടോ. അതിൻ്റെ തൊലി കിട്ടി ഗൈസ്. ഒരു കല്ല് കിട്ടി, മരം കിട്ടി. ഇതിങ്ങനെ മുറിച്ച് കിടക്കണ മരങ്ങളൊക്കെ പോയി എടുത്തോണം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമെങ്കിലും നമ്മൾ എടുത്തോണം, നമുക്ക് തന്നെ ഉപകാരം ഗൈസ്. ഓക്കെ, എന്തോ എന്തോ സാധനം കിട്ടി. നമ്മളതിലിപ്പോൾ 3 വുഡാണ് ഉള്ളത് മൊത്തത്തിൽ. ഓക്കെ ഗൈസ്, പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റെഡ് റിഡംഷൻ്റെ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയൊരു ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ വന്ന് നമുക്ക് അധികം വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ ഗൈസ്, പിന്നെ മറക്കാതെ സബ് കൂടെ ചെയ്തേക്കണേ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് ലീവ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ലീവ്സൊക്കെ നമുക്ക് വേണോ? എന്തെങ്കിലും ഗൈസ്, എന്തായാലും കിട്ടിയാൽ എന്തെങ്കിലും ഒരു ഉപകാരം കാണാതിരിക്കില്ല. ഓക്കെ, നമ്മളങ്ങനെ എന്തൊക്കെയൊക്കെയോ എടുത്തിട്ടുണ്ട്. ഗോ ടു ബിൽഡിംഗ് സൈറ്റ്. നമ്മടുത്ത് ഇവിടെ വരാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കങ്ങനെ എന്തോ കിട്ടി കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ നമ്മളെ വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഓക്കെ പെടായിട്ട് അങ്ങോട്ട് മോഡിഫൈ ചെയ്യാം. ഇനി വീട്ടിലോട്ട് കയറുന്ന കാര്യം കയറാനൊക്കെ പറ്റും ഗൈസ്. ഓക്കെ, ഫ്രണ്ട് വഴി കയറാൻ പറ്റും. ഞാൻ ഇവിടെ വാതിലുകൊണ്ട് വയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടിയിരിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണോ? ഞാൻ ഗൈസ് മറന്നുപോയി ഗൈസ്. ഞാനാണെങ്കിൽ വീടിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു, ബട്ട് വീടിൻ്റെ മേൽക്കൂര അതങ്ങ് മറന്നുപോയി. നോട്ട് ഇനഫ് റിസോഴ്സസ്. ഇതെൻ്റെ അവസ്ഥ. ഇതെന്തിരി വീട്ടിൽ കയറി അറ്റാക്ക് ചെയ്യൂ? ഇതിനൊക്കെ എൻ്റെ ലൈഫ് 50 വീണ്ടും തൊലി. ഞാൻ വെച്ച് ഇതിനെയൊക്കെ മാംസവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. പിന്നെ നമ്മുടെ ക്യാരക്ടർ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നടക്കാറൊന്നുമില്ല കേട്ടോ. അത് എനിക്കൊരു ഭയങ്കര ഫീലായിട്ട് തോന്നി. ഒരു ബാഡ് ഫീൽ എനിക്ക് തോന്നി. ഓക്കെ, അവിടെ ആരോ നിൽക്കുന്നു ലെവൽ. ഓക്കെ, ഇതിൽ അവനല്ലേ? അയ്യോ, ഇത് വാരിയറല്ലേ? വാരിയറിൻ്റെ ഇതിൽ ഏറ്റവും വലിയ ശത്രു. ഓക്കെ, കോടാലി ഉണ്ടാക്കാനുള്ള സാധനം
കല്ലെടുത്ത് കഴിച്ച് മറ്റേ കല്ല് പൊട്ടിക്കാൻ നമുക്ക് പറ്റുന്നില്ല കേട്ടോ. നമുക്കെന്തോ ആക്സ് വേണം. കുറച്ച് വുഡ് കിട്ടിയെങ്കിൽ നമുക്ക് കുറച്ച് വീടുണ്ടാക്കാമായിരുന്നു. കുറച്ചല്ല, ഒരു വീട്. തോനും വുഡും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെരയിടം തന്നെ ഉണ്ടാക്കിയെടുക്കാം. സെറ്റിൽമെൻറ്റ് ഹൗസ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ റിയലായിട്ടൊരു കാട്ടിൽ പെട്ടോവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീട് ഇമ്പോസിബിൾ തന്നെ. നമ്മളെ കൊണ്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഓരോ സമയത്തും ഓരോ വുഡും തപ്പി ഇറങ്ങുമ്പോഴത്തേക്കും ഓരോരുത്തർ വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. ഇനി ഒറ്റ വഴിയുള്ള കേസ്, നമുക്ക് വേറെ ടെറിട്ടറീസിൽ പോയി സാധനം തപ്പണം. ബട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ടെറിട്ടറീസിൽ പോയി സാധനം തപ്പുമ്പോൾ നമ്മൾ ഇവിടെയുള്ള വീട് എന്തോ അഫ്കോഴ്സ് ഇത് മാഞ്ഞു പോവുകയാണ്. കേസ് ഫൈനലി നമ്മളങ്ങനെ ഒരു വുഡ് എടുത്തിട്ടുണ്ട്. സോ പിന്നെ നമുക്ക് വീഡിയോ അധികം ലെങ്തി ആക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാം. നമ്മളങ്ങനെ വുഡൊക്കെ എടുത്ത് അവൻ്റെയൊക്കെ കൺമുമ്പിൽ വെച്ചാണ് എടുക്കുന്നത്. എന്നിട്ടൊക്കെ അവനൊക്കെ വായി നോക്കിയിരിക്കും. അല്ല, ഇവർ നമ്മളെ എന്തിനാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഗെയിമിൽ മേജറായിട്ട് പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മളിവിടെ അവർക്ക് നമ്മളെ ഇറച്ചിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ ബെഡ്റൂം, ഇത് നമ്മുടെ ബാത്റൂം, ഇത് നമ്മുടെ ഹാൾ ഏരിയ. പിന്നെ കിച്ചനൊന്നുമില്ല, കിച്ചനൊക്കെ നമ്മൾ വെളിയിൽ പോയി ഉണ്ടാക്കി തിന്നണം. ഓക്കെ, നമ്മുടെ ബെഡ്റൂം നമുക്ക് ആദ്യം സെറ്റാക്കാം. കാക്കകളൊക്കെ പറന്നു നോക്കിയാണ് ഗൈസ്. അതെന്തായാലും നല്ലൊരു ഫീച്ചർ. ഓക്കെ നമ്മളങ്ങനെ വീടും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി. കുറച്ചുകൂടെ സെറ്റാക്കണം ഗൈസ്. അപ്പോൾ ഈ വീട് ഇനി സെറ്റാക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പാർട്ട് 2 ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ പെടായിട്ട് മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ ഒന്ന് സബ് ചെയ്തേക്കുക. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക, ചാനലൊന്ന് ലൈക്ക് അടിച്ചേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ.